Good afternoon. Good afternoon, ma'am. Ma'am. Good afternoon, ma'am. Good afternoon, all. Nara prayer. Jana, Tahira. Okay, thanks. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing. Sent from the Savior above. Showers of blessing. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. Thank you. Sign Nara parayane. Signing Jana parayana, ma'am. Old friends are gold, new friends are diamonds. If you get diamonds, do not forget gold, because only gold can hold a diamond. വിജയം സ്ഥിരമല്ല, പരാജയം അന്തിമമല്ല. വിജയത്തിന് ശേഷം ജോലിയിൽ നിന്നും പിന്മാറരുത്. പരാജയത്തിന് ശേഷം ഒരിക്കലും ശ്രമിക്കാൻ മറക്കരുത്. സൈനിങ് ഫസീല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ഇമോഷൻസ് ആണ്. ഇമോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമോഷൻ ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോ സെന്റൻസ് ഞാൻ ആരെങ്കിലും ഒരാൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഒരാള് കുറച്ച് വായിക്കും, അവർക്ക് എന്താണ് മനസ്സിലായ അർത്ഥം എന്താണ് അതൊന്ന് ഞങ്ങളായിട്ട് കൺവേ ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, ക്ലാരിഫൈ ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്താലും നമുക്ക് പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ ഒരാൾ നിങ്ങൾ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും, ആളെ കൊണ്ട് ഞാനത് വായിപ്പിക്കും, എന്നിട്ട് അയാളെ കൊണ്ട് ഞാൻ അർത്ഥം പറയിപ്പിക്കാനായിട്ട് മീനിങ് പറയിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? പിങ്കിനെ എന്താ വിളിക്കുന്നത്? പിങ്കി പിങ്കി കേൾക്കണ്ടാടാ? അപ്പൊ ക്ലാസ്സിലൊന്നല്ലോ. പിള്ളേർക്ക് കേൾക്കാൻ പറ്റണില്ലേ? ഉണ്ട്, കേക്കാണ്ട്. ഓക്കെ, ശരണ്യ ശരണ്യ റോൾ ഓഫ് ഇമോഷൻസ് വായിക്കോ? വായിക്കാം. ഓക്കേടാ, വായിച്ചോ കേട്ടോ. The role of emotion. Emotions constantly become functional in the child's relation to his fellow pupils, teachers, parents, siblings, and in school and home situations. A good teacher should be conscious of his pupils' emotions as well as his own, so that a smooth learning situation can be sustained in the class. ഓക്കേടാ, ഞാൻ പറയാം. ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഇമോഷൻസ് കോൺസ്റ്റന്റ്ലി ബിക്കം എന്താണ്, ഫങ്ഷണൽ ആണ്. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീലിങ്സ് അത് അവർ കാണിക്കുന്നത് കുട്ടികളോടായിരിക്കും, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടായിരിക്കും, ടീച്ചേഴ്സിനോടായിരിക്കും, ചിലപ്പോൾ പാരന്റ്സിനോടോ സിബ്ലിങ്സിനോടോ. അല്ലെങ്കിൽ എവിടെയാണോ സ്കൂൾ അല്ലെങ്കിൽ ഹോം സിറ്റുവേഷൻസിലാണ് അവർ കൂടുതലായിട്ട് ഇമോഷൻസ് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. ഒരു ഗുഡ് ടീച്ചർ, ഞാൻ ഗുഡ് ടീച്ചർ എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ടീച്ചർ നമ്മളെല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. നമ്മളെപ്പോഴും മൈൻഡ് എപ്പോഴും ഓക്കെ ആവണമെന്നില്ല. ചില സമയത്ത് നമുക്ക് ഞാൻ ക്ലാസ്സിൽ കയറുന്നേക്കാളും മുമ്പ് ഭയങ്കര വിഷമമുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ ഈ ക്ലാസ്സിന്റെ പുറത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ക്ലാസ്സിനകത്തേക്ക് കയറുന്നത്.
എന്റെ ഇമോഷൻസ് ഒക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഞാൻ എന്റെ ക്ലാസ്സിൽ എന്റെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ അവിടെ എന്റെ ഫീലിങ്സോ ഒന്നും ഞാൻ ആരോട് പ്രകടിപ്പിക്കില്ലാതെ എനിക്ക് പക്ഷെ ഭയങ്കര ദേഷ്യമായിരിക്കുന്ന സമയത്തായിരിക്കും ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഒരിക്കലും ഞാൻ ആ ദേഷ്യം എന്റെ കുട്ടികളോട് പ്രകടിപ്പിക്കാറില്ല. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും നല്ല ടീച്ചേഴ്സ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും. നമ്മൾ മനുഷ്യരാണ്, ശരിയാണ്, ടീച്ചേഴ്സ് ആണ്, എന്തോരം വലിയ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്കും ഇമോഷൻസ് ഒക്കെ വരാം. നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും കുട്ടികളോടല്ല. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ദേഷ്യമൊക്കെ പിടിച്ചിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഈ പിള്ളേരൊക്കെ കൂടെ എടുക്കുന്ന കളറിലേക്ക് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പക്ഷെ ഒരിക്കലും നമ്മളത് എന്ത് ചെയ്യരുത്, പ്രകടിപ്പിക്കരുത്, ദേഷ്യം പ്രകടിപ്പിക്കരുത്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റണം, ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ടീച്ചേഴ്സിനെ പ്രത്യേകിച്ച് a good teacher should be conscious of his people's emotion as well as his own, so also aware be to smooth learning situation can be sustained in the classes. ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു 12:30 വരെ ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് കഴിയുമ്പോ ക്ലാസ് മാറും. ഞാൻ നമ്മുടെ ക്ലാസ്സിലല്ല ഇരിക്കുന്നത്, വേറൊരു ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോണ്ട് എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരൊന്ന് വായിച്ചതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്റെ ഭാഗത്തുനിന്നുള്ള സൗണ്ടിന്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ടീച്ചേഴ്സ് കുട്ടികളുടെ ഇമോഷൻസും ആസ് വെൽ ആസ് നമ്മളുടെ ഇമോഷൻസും എന്ത് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതിനെക്കുറിച്ച് നല്ല അറിവും വേണം. കാരണം നമ്മുടെ സ്മൂത്ത് ലേണിംഗ് അറ്റ്മോസ്ഫിയർ നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഒരു കുട്ടിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുമ്പോൾ അവൻ എന്തോ ഒരു സങ്കടം വരും, നമ്മളത് ഫീൽ ചെയ്യണം. അവന് അത്രയും സങ്കടം വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളത് ചെയ്യരുത്. മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും അവനെ ചെറുതാക്കി കാണിക്കാനോ കളിയാക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ പാടില്ല. അവൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഞാൻ വഴക്ക് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ ചീത്ത പറയാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ചെയ്യണം. മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്താൽ വഴക്ക് പറയാൻ പാടില്ല. ഓക്കെ, ശരണ്യ ഒന്ന് വായിച്ചിട്ട് ഓരോ സെന്റൻസ് കഴിയുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ശരണ്യ കണ്ടിന്യൂ ചെയ്യോടാ? യെസ് മാം. സ്റ്റാർട്ട് ആക്കിക്കോടാ. ശരണ്യ ഒന്ന് വായിച്ച് പറയാൻ പറ്റുമോ നോക്കുവോ? ഓക്കെ. ബാക്കിയുള്ള കേട്ടോ. Parents also should be aware of this fact in order to boost healthy growth therewards. അതായത് മാതാപിതാക്കളും പാരൻസും ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒരു ബോധവാന്മാരായിരിക്കണം. അവരുടെ ഹെൽത്തി ഗ്രോത്തിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചെല്ലാം ബോധവാന്മാരായിരിക്കണം. On the other hand, peoples have to assist to understand and develop their emotions to make them able to lead an adjusted life. പിന്നെ വേറൊരു വശം എന്താന്ന് വെച്ചാല് പീപ്പിൾസ് അവരെ മനസ്സിലാക്കുവാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അത് വികസിപ്പിച്ചെടുക്കുവാനും വേണ്ടി അവരുടെ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താ പറയുക, അവരെ അസിസ്റ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുവാനും അത് അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്യുവാനും നമ്മൾ എപ്പോഴും വില്ലിങ് ആയിരിക്കണം പാരൻസ്. ആണോ മാഡം? കണ്ടിന്യൂ ചെയ്തോട്ടാ. ഓക്കെ. To lead an adjusted life, to live smoothly with other peoples and others at home and outside. വീട്ടിലുള്ളവരായിട്ടും പുറമേ ഉള്ളവരായിട്ടും സ്മൂത്ത് ആയിട്ട്, അതായത് എല്ലാവരുമായി ഒരു അഡ്ജസ്റ്റബിൾ ലൈഫിന് വേണ്ടിയിട്ട് പാരൻസ് എപ്പോഴും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കണം, വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. And individuals' basic requirements
desires and hopes, his values of life and his life conditions all generate his emotions. ഒരു ഇൻഡിവിജ്വൽസ്, അതായത് ഒറ്റയ്ക്കാണ് വളരണമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതുപോലെ തന്നെ ഹോപ്പും ഹിസ് വാല്യൂസ് ഓഫ് ലൈഫ്, ആ ജീവിതത്തിന്റെ പ്രാധാന്യം, ആൻഡ് ഹിസ് ലൈഫ് കണ്ടീഷൻസ്, ജീവിത സാഹചര്യങ്ങളും ഓൾ ജനറേറ്റ് ഹിസ് ഇമോഷൻസ്. ആ ഇമോഷൻസ് അതായത് എന്താ പറയാ, എനിക്ക് മനസ്സിലായി, പറയാൻ അറിയുന്നില്ല വേണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും നമുക്കുണ്ടാവുന്ന ഇമോഷൻസ്. അതേടാ, നമ്മളുടെ ഓരോ ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ എന്താ പറയാ ഹോപ്സ്, വിശ്വാസങ്ങൾ, അതേപോലെ ആ കുട്ടിക്ക് അവരുടെ ലൈഫിനോടുള്ള വാല്യൂ, അതേപോലെ ലിവിങ് കണ്ടീഷൻ ആണെങ്കിൽ ലൈഫ് കണ്ടീഷൻസ്, ഇതെല്ലാം ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ജനറേറ്റ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മായ, അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിക്കോ മായ? മാം, ഞാൻ ഹോസ്പിറ്റലിലാ ഉള്ളത്, മദറിനോട് കൂടെ. ഞാൻ അവിടെ നിന്നാ കേൾക്കുന്നത്, എന്റെ ബുക്കൊന്നും ഇല്ല. ഓക്കെ ഓക്കെ. ഞാൻ 3 ദിവസം ഇപ്പൊ ക്ലാസ് കയറിയിട്ട്, ഇന്ന് 2 ദിവസം കൂടി, 3-ാം ദിവസമാണ് കയറുന്നത്. ഓക്കെ മാം, ഞാൻ അടുത്ത ദിവസം തൊട്ട് ചെയ്തോളാം. അല്ല, കുഴപ്പമില്ല. എനിക്ക് ക്ലാസ് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ടാസ്ക് പോലെ തന്നതാണ് കേട്ടോ. ഇനി ആരാണ് ആരെങ്കിലും തയ്യാറായിട്ടുണ്ടായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കാൻ ഞാൻ അവരെ വിളിക്കാം. അങ്ങനൊന്നും പറയൂലല്ലോ എന്റെ പിള്ളേര്, ആരും തയ്യാറാവില്ല. വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ. വിദ്യ Yes, ma'am. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോടാ അടുത്ത പാരഗ്രാഫ്? Yes. കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട് മാം, ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കേടാ, ഞാൻ പറയാം. Children of different age group shows the same emotion differently. Children's അവരുടെ സെയിം ഏജ് shows children of different age groups shows the same emotions differently. അവരുടെ ഇമോഷൻസ് സെയിം. ഞാൻ പറയാം. ഓക്കെ, ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് ഷോസ് ദ സെയിം ഇമോഷൻ ഡിഫറെന്റ്. ഓരോ കുട്ടികളും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിട്ട്. സെയിം ഏജിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു 2 കുട്ടികൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു സാഹചര്യത്തിൽ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പൊ ഒരു കുട്ടി വെച്ചിട്ടില്ല, ആ ദേഷ്യം അവൻ കാം ചെയ്ത് കൂളാക്കി അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മറ്റൊരു കുട്ടി എന്ത് ചെയ്യാണ്? പ്രകടിപ്പിക്കുകയാണ്. ദേഷ്യം വന്നപ്പോൾ തന്നെ അവന്റെ ഫ്രണ്ടിലുള്ള ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിലത്തേക്ക് കടിച്ച് അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കണം. മറ്റേ കുട്ടി കാമായിട്ടത് ഹാൻഡിൽ ചെയ്തപ്പോ ഈ കുട്ടി എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ സെയിം ഏജിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞോ. With advancing age and acquisition of verbal skills, many emotional reactions tend to be hidden and become substitute expressions. For example, mannerism to irritate. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, വിത്ത് അഡ്വാൻസിങ് ഏജ്, നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപാട് വെർബൽ സ്കിൽസ് അക്വയർ ചെയ്യുന്നുണ്ട്. മെനി ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഇത് അവർ മറ്റു ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. ചില കുട്ടികൾ ഇപ്പൊ വിഷമം വന്നു വിചാരിക്കും. കാരണം സാധാരണയായിട്ട് പെൺകുട്ടികൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും കരയൊക്കെ ചെയ്യും. ആൺകുട്ടികൾ വിഷമം വന്നു കഴിഞ്ഞാൽ അവർ കരയില്ല. അങ്ങനെ പറഞ്ഞ് അവരൊരു ഏജ് ആവുമ്പോൾ പറയും ആൺപിള്ളേർ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലേ അവരങ്ങനെ
പറഞ്ഞ് അവർ ശീലിപ്പിച്ചിട്ട് അവർക്ക് ആ വിഷമം ഇങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ ദേഷ്യമായിട്ടായിരിക്കും പ്രകടിപ്പിക്കുന്നത്, മറ്റുള്ളവരോട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അവർക്ക് എങ്ങനെയാണ് ആ വിഷമം പ്രകടിപ്പിക്കുന്നത് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ചില മാനറിസംസ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളോട് പറയുന്നത് വിഷമമുണ്ടോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും നോക്കണ്ട, നിനക്ക് വിഷമം മാത്രമാണെങ്കിൽ നീ കരഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. കരയുന്നത് അത്ര വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ച്. ആൺപിള്ളേരാണ് പെൺപിള്ളേരാണ് വേറെ ഒന്നുമില്ല കരയണമെങ്കിൽ. സങ്കടം വന്നാൽ പ്രകടിപ്പിക്കാം, ദേഷ്യം വന്നാൽ അവർക്ക് ദേഷ്യം വന്നതുപോലെ പ്രകടിപ്പിക്കാം. ഇമോഷൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അടിച്ചിങ്ങനെ അമർത്തി വെക്കരുത്. കാരണം ഒരുപാട് നാൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മള് മെന്റലി ഹാപ്പി ആയിരിക്കില്ല, അല്ലെങ്കിൽ മെന്റലി നമുക്കത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരും. അലോങ് വിത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്, ഞാൻ വായിക്കാട്ടാ തിങ്കി. Along with the physical and mental development, the process of socialization happens. ഈ മെന്റൽ ഡെവലപ്മെന്റും അതേപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. The positive influence of social situation such as game, lesson, teachers' personal impact, engaging of colleagues, constantly work on the child. എന്താ പറയണത്, നമ്മളൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മൾ സ്കൂളിൽ നിന്നും അതർ സിറ്റുവേഷനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ഈ ഗെയിംസ് രൂപത്തില്, കളികളുടെ രൂപത്തില്, ചാപ്റ്റേഴ്സിന്റെ രൂപത്തില്, ലെസൺസിന്റെ രൂപത്തില്, ടീച്ചേഴ്സിന്റെ പെരുമാറ്റത്തിന്റെ രൂപത്തില്, അതേപോലെ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ പെരുമാറ്റത്തിന്റെ കൂട്ടത്തില്, ഇത് കുട്ടികൾ കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്ന വർക്ക് ചെയ്യണം. ഇത് സോഷ്യലൈസിങ് ഹിസ് ഇമോഷണൽ എക്സ്പ്രഷൻ, അവന് ഇമോഷണൽ എക്സ്പ്രഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നു, അവൻ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തോണ്ട് ഞങ്ങൾ ഗെയിമിൽ ഫെയിൽ ആയിപ്പോയി, ഞാൻ ആ ഇമോഷൻ അവരോട് പ്രകടിപ്പിക്കും. പിന്നെ ബാക്കി എല്ലാവരും കൂടി പ്രകടിപ്പിക്കും. കാരണം ഈ കാരണമാണ് ഇത് ശരിയാവാതെ, അത് പ്രശ്നം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഇമോഷൻ അവരോട് പറയും, പ്രകടിപ്പിക്കും. കൺസീൽമെന്റ് ഓഫ് ഇമോഷൻസ് ഇൻ സർട്ടൻ കേസ് may prove more painful and harmful to child. നമ്മൾ ഒളിച്ചു വെക്കുകയാണെങ്കിൽ ഇമോഷൻസ് എന്ത് ചെയ്യണം, കൺസീൽ ചെയ്യുകയാണെങ്കിൽ, മറച്ചു വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോ ആ ഇമോഷൻ പ്രകടിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ ആ ഇമോഷൻസ് അവിടെ പ്രകടിപ്പിച്ചു, അതവിടെ തീർന്നു. പക്ഷെ അത് കൺസീൽ ചെയ്ത് ഒളിച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് അത് കുട്ടിയുടെ മെന്റൽ ഹെൽത്തിന് ഹാർംഫുൾ ആയിട്ട് ബാധിക്കും. ഈ ചൈൽഡ് വെൻ ഇമോഷണലി അക്യൂസ്ഡ് ആഡ് ടു ബർഡൻ ബൈ ട്രൈങ് ടു കൺസീൽ ഇറ്റ്. നമ്മള് ഒരു ഇമോഷൻ മറ്റൊരാളോട്, നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമുണ്ട്, അയാളോട് നമുക്ക് പ്രകടിപ്പിക്കാൻ താല്പര്യമില്ല, പക്ഷെ നമുക്കത് ഒളിച്ചു വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു ഭയങ്കര ബേർഡനായിരിക്കും അത് എന്ത് ചെയ്യാനായിട്ട്, അയാളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട്. നമ്മൾ മെന്റലി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഹിസ് ഇമോഷൻ മേ ബിക്കം ക്രൂഡ് ആൻഡ് ഫണ്ണി, ഇമിറ്റേറ്റിംഗ് റിവ്യൂസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്താ പറയാ, കുറച്ചും കൂടി ചില ഇമോഷൻസ് ഒക്കെ ഭയങ്കര ക്രൂഡ് ആൻഡ് ഫണ്ണി ഒക്കെ ആയിരിക്കും. മറ്റുള്ളവർ തമാശിക്കുന്ന രീതിയിലുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഇൻ എക്സ്ട്രീം കേസ് അഫക്ട് സെൽഫ്. ചില രീതിയിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ മറച്ചു വെക്കണം നല്ലതാണെങ്കിലും അതിന്റെ എക്സ്ട്രീം കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒട്ടും നമ്മൾ കരയാണ്ട്, നമുക്ക് ഭയങ്കര വിഷമമുള്ള സിറ്റുവേഷൻ, നമ്മൾ കരയാണ്ട് കുറെ നേരം പിടിച്ചു നിൽക്കാണ്. ആ ഒരു സിറ്റുവേഷൻ കരയരുത് എന്ന് വിചാരിച്ച് പിടിച്ചു നിന്ന് എക്സ്ട്രീം കേസ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യുന്ന പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. ചിലവരൊക്കെ ഭയങ്കരമായിട്ട് വിഷമം മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നതായിട്ട് പറഞ്ഞിട്ടില്ലേ. ഒരുപാട് വിഷമം നമ്മൾ പ്രകടിപ്പിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സൈഡ് എഫക്റ്റുകളൊക്കെ എന്താണ് വരാറുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇമോഷൻസ് എന്നാണ് ഇനി നമ്മൾ ഓരോ ഇമോഷൻസ് പറയുന്നത്. അഫെക്ഷൻ ആണ് ആദ്യം പറഞ്ഞേട്ടാ, അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം അഫെക്ഷനെ കുറിച്ച് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല അഫെക്ഷനെ കുറിച്ച്? അഫെക്ഷൻ എന്ന് വെച്ചാൽ വാത്സല്യം. നമ്മൾ കുട്ടികളോട് സ്നേഹം, നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ എന്താണ്, പഴയ പാരന്റ്സ് ഒക്കെ എങ്ങനെയാണ്, എനിക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്, അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, സമ്പാദിക്കുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും എന്ത് ചെയ്യില്ല, നമ്മള് കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളും പാരന്റ്സും തമ്മിൽ അകൽച്ച, ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മള് വാത്സല്യം, സ്നേഹം, ലവ്, കെയർ എല്ലാം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇതെല്ലാം മനുഷ്യരിൽ വരുന്ന ഫീലിങ്സ് ആണ്. ഇത് പ്രകടിപ്പിച്ചത് കൊണ്ട് ഒരാൾക്കും ഒരു കുട്ടിക്കും ഒരു കേടുപാട് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അവനത് വഷളാവേ അങ്ങനൊന്നും സംഭവിക്കില്ല.
നമ്മുടെ സ്നേഹം നമ്മുടെ മക്കളോടും കുട്ടികളോടും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടും പ്രകടിപ്പിക്കാനുള്ളത് മാത്രമാണ്. നോക്കാം. It is a possibility that important human emotion it has great influence on child total development, growth, and uncivilized and helpless baby to civilized effective human being. ഒരു കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് അഫെക്ഷൻ എന്ന് പറയുന്നത്. ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്വത എത്താത്ത കുട്ടികളെ പക്വതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവനൊരു ബെറ്റർ ഹ്യൂമൻ ബീങ്, അതൊരു എഫക്റ്റീവ് ഹ്യൂമൻ ബീങ് ആയിട്ട് മാറാനായിട്ട് അഫെക്ഷൻ അവന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആണ് നമുക്കുള്ളത്. അവർ പറയണതായിരിക്കും കുട്ടിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ട് കേൾക്കുക. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് എന്റെ മോളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവൾ അത് ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയണം അത് ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത്ര വലിയ ഇത് കാണില്ല, ചെയ്യിരിക്കും. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി അത് ചെയ്യില്ല. ഞാനപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ നമുക്കത് ചെയ്താലോ, ഇതൊക്കെ ഒന്ന് ചെയ്താലോ എന്ന് പറയുമ്പോ എന്താണ്, ഓക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. അപ്പൊ ഒരു കാര്യങ്ങൾ നമ്മൾ അത്രയും എന്താ പറയാ ഒരു നല്ല ഒരു ഇന്റിമസിയോട് കൂടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്യും, നമ്മള് അത് ഞാനിപ്പോ അത്യാവശ്യം സ്നേഹമാണെങ്കിൽ വാത്സല്യമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അല്ലാതെ ദേഷ്യം കാണിക്കില്ല. മോളുടെ അടുത്ത് ഞാൻ ദേഷ്യം കാണിക്കാറേ ഇല്ല. കാണിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. അവള് ഭയങ്കര കുരുത്തക്കേടാണ്, സാധാരണ കുട്ടികളെ പോലെ നല്ല കുരുത്തക്കേടാണ്. പക്ഷെ എന്നാലും എനിക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ദേഷ്യമുണ്ട് കൺട്രോൾ ചെയ്തിട്ട് കുഞ്ഞു അങ്ങനെ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോ അവള് അപ്പൊ തന്നെ ഞാൻ ഭയങ്കര വിഷമമൊക്കെ വരും, മുഖത്ത് വിഷമമൊക്കെ വരും. ഞങ്ങൾക്ക് കുഴപ്പമില്ല, കുട്ടികളല്ലേ ചെയ്യും. അവളുടെ മെയിൻ ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡറിന്റെ ടിന്നുണ്ട്, വലിയ ടിന്നാണ്. അത് കൊട്ടിയിട്ട് അത് വെച്ച് കളിക്കും. അത് ചിലപ്പോ ബെഡിലായിരിക്കും, ചിലപ്പോ ഫ്ലോറിലായിരിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് എന്തെയില്ല, പ്രകടിപ്പിക്കൂല. അതേപോലെ രാസ്താനിപ്പൊടി ഇവിടെ എന്തെങ്കിലും ഭയങ്കര രാസ്താനിപ്പൊടി നിറകയിലെത്തുന്നത്, അപ്പൊ അത് അവൾക്ക് കൂട്ടി കളിക്കും. അതും ഞാൻ എന്ത് ചെയ്യില്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എന്ത് കാര്യം എനിക്ക് അവള് ചെയ്യുന്നത് ഭയങ്കര കുറ്റക്കേടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ ഞാൻ അവളോട് എന്ത് ചെയ്യില്ല, അത് പ്രകടിപ്പിക്കൂല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, നമുക്കിതൊന്ന് ക്ലീൻ ചെയ്താലോ കുഞ്ഞു, എന്നാ കുഞ്ഞല്ലേ ചെയ്തത്, ഇതൊക്കെ ഒന്ന് തൂത്തിട്ട് എന്നൊക്കെ പറയുമ്പോ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. ജസ്റ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾ കൂളാവും, അതവിടെ സോൾവ് ആയി. അപ്പൊ നമ്മുടെ കുട്ടികളോട് ഒരിക്കലും ദേഷ്യത്തോട് ഒരു കാര്യം ചെയ്യിപ്പിക്കരുത്. അവരിപ്പോ എത്ര കുരുത്തക്കേടുള്ള പരിപാടിയാണ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ എത്ര കുരുത്തക്കേട് കാണിച്ചാലും നമ്മൾ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം, ഇങ്ങനെ ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. The real education of the child depends largely upon the amount of affection he has from others, including his parents. നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് നമുക്ക് നല്ല അഫെക്ഷനുള്ളൊരു ആളിൽ നിന്നായിരുന്നു നമ്മുടെ ബിഹേവിയർ ഒക്കെ എന്ത് ചെയ്യണത്, അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് നമ്മുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, അച്ഛൻ നമ്മളോട് നല്ല വാത്സല്യത്തോടെ പെരുമാറണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫീമെയിൽ വേർഷൻ ഓഫ് ഫാദർ ആയിരിക്കും. മൂത്ത മകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കുള്ളൂ. അച്ഛന്റെ ഫീമെയിൽ വേർഷൻ ആയിരിക്കും മൂത്ത മകൾ എന്ന് പറയുന്നത്. നമ്മൾ മിക്കയിടത്തും കേട്ടിട്ടുണ്ടാവും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ അച്ഛനെ പോലെയാണ്. അച്ഛൻ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതേപോലെയാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അച്ഛനോടുള്ള ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ അച്ഛൻ എന്നോട് കാണിക്കുന്ന ആ ഒരു വാത്സല്യം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛൻ ഇതുവരെ എന്നെ തല്ലിയിട്ടില്ല, ഒരു വണ്ടി എടുത്ത് പോലും എന്നെ അച്ഛൻ തല്ലിയിട്ടില്ല. പക്ഷെ എന്താണ്, അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടാ. അത് പക്ഷെ അച്ഛൻ പറഞ്ഞു തന്ന രീതി വ്യത്യാസമാണ്. ഒരാളിങ്ങനെ നമ്മളോട് പറഞ്ഞ് വാൺ ചെയ്യല്ല അച്ഛൻ ചെയ്യുന്നത്. കാര്യം പറഞ്ഞിട്ടൊരു എന്റെ മുളകി അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, അപ്പൊ ഞാൻ വിചാരിക്കും ചെയ്യാൻ പാടില്ല. ചെറുപ്പം മുതലേ അങ്ങനെയാ. അപ്പൊ എന്നെ ഇതുവരെ തല്ലിയിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ അനിയത്തിന് തീരെ അവൾ ഭയങ്കര കുറ്റക്കേട്. അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് വെച്ചാൽ മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നത്. അവൾക്ക് നല്ല തല്ലൊക്കെ കൊടുത്ത് വളർത്തിയത്. ഭയങ്കര കുറുമ്പിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എന്റെ മോളും എന്റെ അനിയത്തിനെ പോലെ തന്നെ അത്രയും കുറുമ്പാണ് എന്റെ മോക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറയും ഇടയ്ക്ക്, അവളെ പോലെ തന്നെ അമ്മ എന്തോരം കഷ്ടപ്പെട്ട് അതേപോലെ തന്നെയാ ഞാനും കഷ്ടപ്പെടണേ. കാരണം ഭയങ്കര കുറുമ്പെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര കുറുമ്പാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ പോണെങ്കിൽ ഡ്രസ് സെലക്ഷൻ എന്ന് വെച്ചാൽ എന്റെ അനിയത്തിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം അവൾ വിയർ ചെയ്യുള്ളൂ, കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. സെയിം ആണ് മോളും. അവർക്കും അതേപോലെ ഭയങ്കര പിടിവാശാണ്. ഡ്രസ്സിങ് അതേപോലെ മേക്കപ്പ് ഇതൊക്കെ ഭയങ്കര കാര്യം. ഞാൻ അതൊന്നും ചെയ്യില്ല, മേക്കപ്പും ചെയ്യൂല. അവരെ വലിയ ഡ്രസ്സിന് വലിയ കോൺഷ്യസോ അങ്ങനെ ഉള്ള ടൈപ്പോ അല്ല. എന്തെങ്കിലും പോണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തവരണം വിയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ
അവർ രണ്ടുപേരും ഭയങ്കര കുറുമ്പന്മാരാണ്. അതുകൊണ്ട് എന്റെ അച്ഛൻ അവളോട് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും തല്ലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ തല്ലിയിട്ടില്ല. അപ്പൊ എനിക്ക് അച്ഛനോട് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്റെ ഭൂരിഭാഗം ക്യാരക്ടറും അച്ഛനാ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് പറയും ദേവന്റെ മോളല്ലേ, കണ്ടപ്പോ തന്നെ മനസ്സിലായെന്ന് പറയും. ചിലപ്പോ മുഖച്ഛായ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പിയറൻസിന്റെ ഭാഗമായിരിക്കും. ഇങ്ങനെ അറിഞ്ഞുകൂടാ. He feels secure and his self-esteem grow, and with it grow that need to try out, to adventurous, to take risk, to make mistake and learn through such experience. അപ്പൊ കുട്ടികൾക്ക് നല്ല അഫെക്ഷൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാൻ മാറി നിന്ന് നോക്കാം, അവരെന്ത് മിസ്റ്റേക്ക് ആണ് ചെയ്തത്. അപ്പൊ അവന് ആ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അവനത് മനസ്സിലായോ, തെറ്റാണെന്ന് മനസ്സിലായോ, അതിൽ നിന്ന് അവന് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ചെയ്ത മിസ്റ്റേക്ക് വീണ്ടും കുട്ടികൾ എന്തെങ്കിലും ചെയ്യില്ല. He feels secure and his self-esteem grows. അവൻ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ അഫെക്ഷൻസ് കുട്ടികളോട് കാണിക്കുമ്പോൾ അവൻ വിചാരിക്കും എന്താണ്, അവൻ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് ആണ് അവന്റെ വീട് അല്ലെങ്കിൽ അവന്റെ ഫാമിലി. അവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവന്റെ കൂടുന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് ഭൂരിഭാഗം പ്രശ്നങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറും. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് കുട്ടികൾ ഇപ്പോ ചൈൽഡ് അബ്യൂസുകൾ നേരിടുന്നുണ്ട്. പക്ഷെ അവരെന്താണ്, കുട്ടികൾ ആരും പാരന്റ്സിനോട് പറയുന്നില്ല. കാരണം എന്താണ്, പാരന്റ്സിനോടുള്ള പേടിയോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളാണ് കുട്ടികൾ എന്ത് ചെയ്യാത്തത്, പാരന്റ്സിനോട് പറയാത്തത്. അവരുടെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് വന്ന സംഭവമാണ് എന്നുള്ള രീതിയിൽ അവർക്ക് മറച്ചു വെക്കാനാണ് എന്ത് ചെയ്യണം ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർ ഭയം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും പാരന്റ്സിനോട് തുറന്നു പറയണം. തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് അഫക്ഷനേറ്റ് ആയിട്ട് പെരുമാറണം. നല്ല വാത്സല്യത്തോടു കൂടി അവരോട് പെരുമാറണം. നമ്മൾ നല്ല സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ ഒരു ചെറിയൊരു കാര്യം പോലും നമ്മളോട് കുട്ടികൾ എന്ത് ചെയ്യില്ല, മറച്ചു വെക്കില്ല. An atmosphere of actual love helps the child also develop love and concern for others. നല്ലൊരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു കളങ്കില്ലാത്ത സ്നേഹം നമ്മൾ കുട്ടികളോട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തിരിച്ച് നമുക്ക് അത് തന്നെയാണ് തരാറ്. അതുവഴി നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിന് കാര്യത്തിൽ മികച്ച അവർ ശ്രദ്ധ കൂടുതൽ എന്ത് ചെയ്യും കൊടുക്കും. Learning in a school also release to great extent of an extended affection. നമ്മൾ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. Pupils seek sympathy, warm treatment from their teachers. കുട്ടികൾ എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ അവരുടെ മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു, എക്സാമിന് മാർക്ക് കുറഞ്ഞു, ഒരിക്കലും നമ്മൾ ആ കുട്ടീനെ അടിച്ചതുകൊണ്ട് ആ കുട്ടി നന്നാവും നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവനോട് കാര്യം പറയാം, എടാ മോനെ നീയാണ് മാർക്ക് കുറവാണ് ഇപ്രാവശ്യം, നീ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കൂലേ, എനിക്ക് ഉറപ്പുണ്ട് നീ മാർക്ക് വാങ്ങിക്കുമെന്ന്, നമുക്ക് അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിച്ചെഴുതണം കേട്ടാ എന്ന് പറയുന്നതാണോ? നീ എന്താണ് മാർക്ക് വാങ്ങിക്കാൻ, നിനക്ക് നല്ല അടി കിട്ടാത്തതിന് കയ്യിൽ നീട്ടി എന്ന് പറഞ്ഞ് രണ്ടടി കൊടുക്കുമ്പോഴാണോ കുട്ടികൾക്ക് ഒരു വീണ്ടും പഠിക്കാനുള്ള ഒരു ചിന്ത തോന്നുന്നത്? അവൻ ചിലപ്പോൾ അടുത്ത പ്രാവശ്യത്തെ അടി പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും പഠിച്ച് അവൻ എക്സാമിന് മാർക്ക് വാങ്ങിച്ചാൽ പോലും അവൻ മനസ്സുകൊണ്ട് അത് പഠിക്കുന്നില്ല. കുട്ടികളൊക്കെ എന്താണ്, ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് മനസ്സുകൊണ്ട് പഠിക്കണ്ടേ എന്നാണ് എന്റെ പോളിസി കേട്ടോ. അപ്പം കുട്ടികളെ അടിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അവരുടെ വാത്സല്യത്തോടെ ആ കാര്യം പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. That he feel one of the characteristics of good teachers, therefore in his human quality. ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് മാനുഷിക പരിഗണന കൊടുക്കാൻ ഹ്യൂമൻ ക്വാളിറ്റി ആണ്. ഫീൽ ആക്ടിവിറ്റി കൺസേൺ അബൌട്ട് ദ പീപ്പിൾ അണ്ടർ ചാർജ് എന്ന് വെച്ചാല് എന്റെ കീഴിലുള്ള അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്തമുള്ള കുട്ടികളുടെ ഇമോഷൻസ് ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വില കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുമ്പോൾ എന്നുള്ളത് ഒരു ടീച്ചറിന്റെ ഒരു ക്യാരക്ടറാണ്. The development of the love in children is an important for the development of new society centered on cooperation and mutual love. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നമ്മൾ വിചാരിക്കും, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് അല്ലേ, ഒരു കുട്ടി നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അവന്റെ വീട് നന്നായി, അവന്റെ വീട് നന്നായാലും അവന്റെ സൊസൈറ്റി നന്നായി. അപ്പോൾ നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റും കൂടെയാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവര് കോപ്പറേഷൻസും മ്യൂച്വൽ ലവ്സും ഈ സൊസൈറ്റിനോടുള്ളത് അവരത് പ്രകടിപ്പിക്കും. പക്ഷെ ഒരു കുട്ടി ഒരു മോശം സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അവന്റെ ഇമോഷൻസ് ഒക്കെ വളരെ എന്താണ് ബാഡ് ആണെങ്കിൽ ആ ഫാമിലി അവന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ആ ഫാമിലി മോശമാവും, ആ സൊസൈറ്റിനെയും അതെന്ത് ചെയ്യും ഇതായിട്ട് ബാധിക്കാറുണ്ട്. Sympathy is another emotion which is reckoned much for emotion development as a child as well as society. സിമ്പതി എന്ന് പറയുന്നത് നമ്മുടെ അഫെക്ഷൻ പോലെ തന്നെ ഒരു ഇമോഷൻ ആണ്. നമ്മൾ കുട്ടികളോട് സിമ്പത്തിക് ആയിട്ട് പെരുമാറണം, സിമ്പതിയോട് പെരുമാറണം, എന്നാൽ മാത്രമേ കുട്ടികളുടെ നല്ല ഇമോഷൻ ഡെവലപ്മെന്റ്
ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും അവരെന്ത് ചെയ്യരുത്, തല്ലി പഠിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പോവരുത്. അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, പഠിപ്പിക്കുക എന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത്. പടിയെടുത്ത് തല്ലി പഠിപ്പിച്ച് കാലമൊക്കെ മാറി. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അഫക്ഷനും റോൾ ഓഫ് ഇമോഷണൽ ഡെവലപ്മെന്റും. സ്ക്രീൻ കാണുന്നില്ലല്ലോ, അത് എനിക്ക് മാത്രമാണോ? ഒന്ന് ചോദിച്ചു നോക്കി. ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? എടാ ശരണ്യ മോനൊന്നേ എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടി ചോദിച്ചേ. ഇപ്പൊ സൗണ്ടിന്റെ പ്രശ്നം മാറിയില്ലേ? എനിക്ക് സ്ക്രീനും കാണുന്നില്ല. ആണോ? ഒന്ന് എക്സിറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് നോക്കി. ഞാനെങ്കിൽ പറയാട്ടോ. എന്താ പറയുന്നത്, സൗണ്ട് ക്ലിയർ ആയോ ഇപ്പൊ? ആ പ്രശ്നമില്ലല്ലോ, എക്കോന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ക്ലിയർ ആയി. ഒന്ന് വായിച്ചു നോക്കിട്ട് എല്ലാവരും. വായിച്ചു നോക്കിയിട്ട് പറയണോ കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സിമ്പിൾ ആണ്. നമ്മള് ലാംഗ്വേജിൽ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കിയ രീതിയിൽ വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കിയ എല്ലാവരും വായിച്ചു നോക്കിയാ? ഇല്ലെങ്കിൽ പറഞ്ഞൂടെ? ഓക്കെ, വായിച്ചോ. നിങ്ങളെന്താ പിള്ളേരെ റിപ്ലൈ തരാനൊക്കെ ഭയങ്കര മടി? വായിച്ചു മാം. വായിച്ചു. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവും? അഫക്ഷനും ഇമോഷനും അത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എടുത്തു പോകേണ്ടതായിരുന്നു. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് പോയത്, 2 ക്ലാസ് ആയിട്ട് പോയത്. അല്ലാതെ കുറച്ചുകൂടി നല്ല ക്ലിയർ ആണേ. ഈ ഹ്യൂമർ ആൻഡ് ലവ് നോക്കാട്ടോ. എന്താണ്? തമാശയും ചിരിയുമാണ് പറയണത്. ചിരിച്ച നമുക്ക് എന്ത് കൂടുന്നാ പറയാറ് സാധാരണയായിട്ട്? അപ്പൊ അത്രേ ഉള്ളൂ. ചിരിക്കാം. എപ്പോഴായാലും നമുക്ക് ചെറിയ ചെറിയ തമാശകൾ കേട്ടപ്പോൾ നമ്മൾ എന്താ എന്താ ചെയ്യാ, മനസ്സ് വിട്ട് ചിരിക്കാനായിട്ട് നോക്കാം. നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ മറ്റു അനിമൽസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഇത് ഹ്യൂമൻ ആൻഡ് ലവർ. നമുക്ക് ചിരിക്കാനുള്ള കഴിവുണ്ടെന്ന്. There are social emotions which is greatly influence our routine daily work. So നമുക്ക് ഒരുപാട് സോഷ്യൽ ഇമോഷൻസ് ഉണ്ട്.
നിങ്ങളില്ലേ ഡെയിലി ഒരു സ്ഥലത്ത് പോവാണ്, നമ്മളിപ്പോ എവിടെ പോവാണ്, നിങ്ങളൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് എന്തേ പോസ്റ്റ് ആയി എന്ന് വെച്ചാല് ജോലി കിട്ടി സ്കൂളുകളിൽ പോവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആ ക്ലാസ് അവിടേക്ക് പോവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാണെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ആ സെക്യൂരിറ്റിനോട് ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ചേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനും ഒരു ഹാപ്പി ആയിരിക്കും, നമുക്കും ഒരു ഹാപ്പി ആയിരിക്കും. നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഈ ഒരു ഇമോഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആരെടുക്കണേ? അശ്വതി മിസ് ആണ്. ആദ്യം മുതൽ അശ്വതി മിസ് ആയിരുന്നോ? അതെ മാം. അതെ, ഇവിടെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മിസ് സാറുണ്ട്, ജോസ് സാർ എന്നാണ് പേര്. സാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്ലസന്റ് ആണ് ആള്. സാറ് ബാക്കിയുള്ള ബാച്ചുകളൊക്കെ എടുക്കുന്ന സാറാണ്. അപ്പൊ അദ്ദേഹം രാവിലെ വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ശരിയാണ് എനിക്ക് സമ്മാനിക്കാറ്. അപ്പൊ ആ ഒരു ദിവസത്തെ ഞങ്ങൾ എല്ലാവരുടെയും ഡെയിലി റുട്ടീനായിട്ട് അത് മാറി. ഞങ്ങൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞ സാറിനോട് ചിരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകളിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു ശീലമായിട്ട് മാറി. ഒരു 6 മാസമായി കുറെ നാളായിട്ട് സാറുണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പൊ ആ ഒരു ശീലമായിട്ട് മാറി. ഭയങ്കര കാര്യമാണ്. കാരണം സാറിന്റെ ഒരു ഗുഡ് മോർണിംഗ് കിട്ടാത്ത ദിവസം ചിലപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള ദിവസമായിരിക്കും. അപ്പൊ ഒരു ചിരി, ഒരു ചെറിയ സ്മൈല് പോലും നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മളപ്പ രാവിലെ കുട്ടികൾ ഉണർന്നു വരുമ്പോ വാ എഴുന്നേക്ക്, വാ വന്ന് വേഗം ഭക്ഷണം കഴിച്ച് പോകാൻ നോക്ക് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് മോള് ഉണർന്നോ എന്ന് പറഞ്ഞൊന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെ അവരെ എഴുന്നേൽപ്പിച്ച് അവരൊന്ന് റെഡിയാക്കാക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ നമ്മൾ തമാശകൾ പറയാം, അതേപോലെ ചിരിക്കുക, ഇതെല്ലാനും നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ ഇൻസിഡൻസ് ഉണ്ടാവും, അതേപോലെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചു പോകും. അറിയാണ്ട് ചിരിച്ചു പോയെങ്കിൽ അത് പ്രകടിപ്പിക്കുക. ചിരിച്ചു പോയി അത് കുഴപ്പമൊന്നുള്ള ഒരു ഇമോഷൻ ഒന്നും അല്ലല്ലോ, നമ്മളത് പ്രകടിപ്പിക്കാം. The humor and humor helps in controlling conflict and tension. നമ്മളിപ്പോ ടെൻഷനും ഭയങ്കര കോൺഫ്ലിക്റ്റ് ഒക്കെ ആലോചിച്ചിരിക്കുക, ഭയങ്കര ടെൻഷനൊക്കെ ആണെങ്കിൽ ഒരു കോമഡി പടമൊക്കെ കണ്ടെങ്കിൽ നമ്മൾ റിലാക്സ് ആവുകയും. അതേപോലെയാണ് തമാശയും ചിരിയും എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലീഡ്സ് ടു ടോളറൻസ്, റിലാക്സ് ആൻഡ് എൻജോയ്. നമുക്ക് ഒന്ന് ഒരു ശാന്തിയും അതേപോലെ റിലാക്സ് ചെയ്യാനും നമുക്കൊന്ന് എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനൊക്കെ ഉള്ള അവസരമാണ്. They give chance for self criticism and improve its one's behavior. ഈ തമാശയും ഹ്യൂമറൊക്കെ നമ്മള് സെൽഫ് ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് അല്ല, എന്നെക്കൊണ്ട് പറ്റിയ ഒരാളെ ചിരിപ്പിക്കുക. എങ്ങനെ ചിരിപ്പിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് മറ്റൊരാളെ ഒരു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിനെ ഒരു ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കഴിവാണ്. കാരണം അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ അത്രയും വിഷമത്തിലിരിക്കുന്ന ഒരാളാണ്, അയാൾ ഒന്ന് ചിരിപ്പിക്കാൻ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയാ ഒരു വാല്യുബിൾ ആയിട്ടുള്ള തിങ്ങാണ്. ഞങ്ങളുടെ കൂടെ ഒരു ടീച്ചർ ഉണ്ട്, പുള്ളിക്കാർക്ക് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചിരിക്കും. അത്യാവശ്യം നല്ല എൻജോയബിൾ ആയിട്ടാണ്. അപ്പൊ ടീച്ചർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചിരിക്കും. കാരണം ആ ഒരു മൈൻഡാണ് മറ്റുള്ളവരൊന്ന് ചിരിപ്പിക്കുക, ആ ഒരു രീതിയിലാണ് ക്ലാസ് ഒക്കെ പോകണം. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചിരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറയുന്നത്, തമാശ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇമോഷൻ ആണ് കുട്ടികളെ സംബന്ധിച്ച്. കുട്ടികളൊക്കെ എങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളെ മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എല്ലാവരും ഭയങ്കര പ്ലസന്റ് ആയിട്ടൊരു നല്ല പുഞ്ചിരിയോട് കൂടിയല്ലേ നമുക്ക് ഓരോ കുട്ടിയുടെ മുഖം നോക്കാൻ പറ്റുന്നത്, ഓർക്കാനും പറ്റുന്നത്. കാരണം അവർക്ക് കളങ്കമൊന്നുമില്ല, അവർക്ക് അറിഞ്ഞൂടാ, അവർക്ക് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ, അവർക്ക് എന്താണ് അവർ ഫീലിംഗ് എന്താണോ അത് പ്രകടിപ്പിക്കാൻ അറിയുന്നത്. അപ്പൊ നമ്മൾ അവരെന്ത് ചെയ്യണം, നല്ലൊരു എന്താണ് വാമായിട്ട് നമ്മൾ അവർ ട്രീറ്റ് ചെയ്യണം. ഒരു കളങ്കില്ലാത്ത കുട്ടികളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിട്ടാ, എന്താ ശിശു സംരക്ഷണ സമിതിയിലെ ഒരു റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസ് ടിവിയെ കണ്ട് എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ്. 2.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, 2.5 വയസ്സായിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ കുട്ടി അമ്മമാരൊന്നും ഇല്ലാത്ത കുട്ടികളാണല്ലോ ശിശു സംരക്ഷണ സമിതിയുടെ കീഴിൽ വരുന്നത്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആയമാര് ഈ കുട്ടി എന്ത് ചെയ്തു, ബെഡിൽ യൂറിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, ഹരാസ് ചെയ്തു എന്നാണ് ന്യൂസിൽ കണ്ടത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താണ്, അത്രയും ചെറിയ കുട്ടി. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കും, നമ്മുടെ മക്കളാണ് 2.5 വയസ്സിലെങ്കിൽ നമ്മൾ ബെഡിലൊന്ന് യൂറിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെന്തെങ്കിലും ഉപദ്രവിക്കോ? എനിക്ക് വളരെ വിഷമം തോന്നിയൊരു വാർത്തയായിരുന്നു അത്. ഒരിക്കലും നമ്മളുടെ കുട്ടി ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഏകദേശം 3 years to 6 ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ യൂറിനേറ്റ് ഒക്കെ ചെയ്യിക്കാൻ അവർക്ക് അറിഞ്ഞൂടാ, അവർക്കത് കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞൂടാ. തുടങ്ങണുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്ന പ്രായമാണ്. അത് നോർമൽ ആണ്.
എന്ന് നമ്മൾ അവർ ചെയ്യണം, ശീലിപ്പിക്കണം. കാരണം അവരൊരിക്കലും വഴക്കൊന്നും പറയരുത്. എന്ന് വെച്ചാൽ ആ കുട്ടിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നാ പറയുന്നത്, സഹിക്കാനേ പറ്റില്ല എന്നാ പറയുന്നത് കേട്ടോ. അത്രയും മോശമായിട്ടൊക്കെ ചെയ്തത്. നമ്മൾ ചിലപ്പോ നമ്മളെല്ലാവരും ഈ ഒരു ഏജിലെ കുട്ടികളെ ആയിരിക്കും കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നത്. അപ്പൊ നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നോക്കാം, നല്ല സ്നേഹത്തോടെ പെരുമാറാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെയൊക്കെ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? അവർ സെക്കൻഡ് മദറായിട്ടാണ് കാണുന്നത്. അമ്മമാരിൽ നിന്ന് വിട്ട് പിന്നെ കാണുന്നത് നമ്മളിടും. നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. എന്റെ മോക്ക് അവളുടെ ടീച്ചറിനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ടീച്ചറുടെ പേര് അമ്പിളി എന്നാ. അമ്പിളി ടീച്ചർ കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ സമ്മതിക്കില്ല. അമ്മ പോയി എന്റെ അമ്പിളി ടീച്ചർ എന്റെയാണ്, എന്റെ മാത്രമാണെന്ന് പറയാൻ തലപിടിക്കാൻ വരും. അപ്പൊ നമുക്ക് ആ ഫീലിംഗ് മനസ്സിലാവണം. ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർക്കും എനിക്ക് തോന്നുന്നത് ടീച്ചറുടെ പെൺകുട്ടികളില്ല, രണ്ടാമ്പിള്ളേരാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. അപ്പോ ഭയങ്കര ഒരു ഭയങ്കര അവിടെ നല്ല നല്ല കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ടീച്ചറിന് എന്ത് പറഞ്ഞാലും നമ്മള് ചീത്ത പറയുകള്. അപ്പോ നമ്മൾ അങ്ങനെ ആവാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു എന്താണ് ടീച്ചർ ആവാനായിട്ട് നമ്മള് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നല്ലൊരു ടീച്ചറായിട്ട് വേണം. ഇതേപോലത്തെ ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം. ഒന്ന് വായിച്ചു നോക്കി ഹ്യൂമറും ലവറും. ഹ്യൂമർ വായിച്ചു നോക്കി. വായിച്ചു നോക്കി എല്ലാവരും. യെസ് മിസ്. വായിച്ചു. ഓക്കെ യെസ് മിസ്. ഓക്കെ. ഇനി ഫിയർ. കുട്ടികൾ കണ്ടുവരുന്ന ഒരു വികാരമാണ് ഫിയർ. അവർക്ക് ഇരുട്ട് പേടിയായിരിക്കും. എന്തൊക്കെ ഫിയർ ആണ് നമ്മളിൽ ഉണ്ടാവില്ലേ ഒരുപാട് ഭയങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹൈറ്റ് പേടിയായിരുന്നു, അതേപോലെ ബീച്ച് കടല് പേടിയായിരുന്നു. അപ്പൊ ഒരാള് ആളുടെ എന്താ പറയാ ജീവിതത്തിൽ സംഭവിച്ച ഫിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അത് ആലോചിച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ച് ഞാൻ കുറെ ആലോചിച്ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാണ് ഭയം ഉണ്ടാവും, ഇരുട്ടിനോട് പേടിയായിരിക്കും, ഒറ്റപ്പെട്ട റൂമുകളോട് പേടിയായിരിക്കും. അവർക്ക് എന്താണ് അവര് എന്താ പറയാ മിക്ക ഒബ്ജക്റ്റുകളോട് പേടിയായിരിക്കും. ഇപ്പൊ കുട്ടികൾ ആദ്യമായിട്ട് കാണുന്ന എന്ത് വസ്തുവിനും അവർ ഭയത്തോട് കൂടിയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. A person in fear tries to turn his back from the object of fear. കുട്ടികൾ എന്താ ചെയ്യണത്, ആ ഫിയറിൽ നിന്ന് മാറാനാണ് നോക്കുന്നത്. നമുക്ക് എന്താണോ പേടി തരുന്നത് വസ്തു, ആ വസ്തുവിൽ നിന്ന് അവർ ഒഴിവാകാനാണ് നോക്കുന്നത്. ഇറ്റ് ഓഫ്റ്റൻ പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ഡിസാസ്റ്റർ ആൻഡ് ഹാം. അപ്പൊ ഇതിൽ നിന്ന് അവര് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഡിസാസ്റ്ററിൽ നിന്നും ഹാമിൽ നിന്നും. ഈ ഭയം എന്നുള്ള ഒരു ഫീലിംഗ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. Fear which are not realistic may be overcome by awareness of unreality. നമ്മൾ ചെറുപ്പകാലത്ത് ഇടിമിന്നലൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ അങ്ങനെ ഇടിമിന്നലൊക്കെ ഇടിമിന്നൽ വരുമ്പോ തന്നെ പേടിക്കുന്നത്. അപ്പൊ വലുതായപ്പോ സയൻസ് ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇടിമിന്നൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളത് പേടി നമുക്ക് കുറച്ചൊക്കെ മാറിയില്ലേ? നമ്മുടെ റിയൽ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ആ ഫിയർ എന്ത് ചെയ്യും, ഓവർകം ചെയ്തു വരും എന്നാ പറയുന്നത്. A child who has developed certain fear because he suffers from lack of affection or acceptance. കുട്ടികൾ കൂടുതലായിട്ട് ഈ ഭയം പ്രകടിപ്പിക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഫെക്ഷൻസ് കിട്ടാതെ ആവുമ്പോൾ, വാത്സല്യങ്ങൾ കിട്ടാതെ ആവുമ്പോൾ, അവർ അക്സെപ്റ്റ് ചെയ്യാണ്ടാവുമ്പോഴാണ് കുട്ടികളിൽ ഫിയർ കൂടുതലായിട്ട് കാണുന്നത്. Educational programs and other activities hence should try to provide concentrate facilities and experience so that the child and other may be saved the avoidable fears. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് വഴി മറ്റുള്ള ആക്ടിവിറ്റീസ് വഴി കുട്ടികളിൽ ഈ ഭയത്തെ നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഭയങ്ങളാണ് ഉള്ളത്? ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ എടുത്തപ്പോ ഒരുപാട് എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ടുള്ള
ആണോ, മകന് ഇരുട്ട് പുറത്തേക്ക് പോകുമ്പോ പേടിയാണെങ്കിൽ അപ്പൊ നമ്മൾ ആ ഭയം മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഇരുട്ടുള്ള റൂമിലേക്ക് നമ്മളും കൂടി ആദ്യം എന്ത് ചെയ്യാ, കൂടെ പോവാം. ഇരുട്ട് തന്നെ കാണിച്ചിട്ട് അവൻ ആ ഭയം മാറ്റിയെടുക്കണം. ഞാൻ ഒരുപാട് നാള് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളുടെ എന്റെ സ്വന്തം വീട്ടില് ഒരുപാട് വാഴ ഉണ്ടായിരുന്നു, വാഴ കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചാല് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഈ വാഴയുടെ ഇല ഇങ്ങനെ ആടും. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്, ആരോ മാറിയിട്ട പോലെ തോന്നും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കി എന്റെ വീട്ടിനോടുള്ള ഭയം ഞാൻ അതങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചെറുപ്പത്തിലുള്ള ഒരുപാട് ഭയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, അതേപോലെ കേട്ടാ. നിങ്ങൾക്ക് ഏതെങ്കിലും ഭയം ഉണ്ടെങ്കിൽ എനിക്കുണ്ടല്ലോ മിസ്സേ, ഞാൻ പറയട്ടെ. എനിക്ക് ഇതുപോലെയായിരുന്നു. ഒരു കുറെ നാളായി, ഇപ്പൊ കുറച്ച് വർഷങ്ങളായി. അതെന്റെ മക്കള് കുഞ്ഞായിരുന്നപ്പോഴാണ്. അപ്പൊ ഞങ്ങളുടെ വീട് ഇങ്ങനെ പഴയ തറവാട് വീടാണ്, പക്ഷെ അത് പൊളിച്ചു പണിതൊക്കെ ആയിരുന്നു അന്ന്. അപ്പം ഞാനും ഹസ്ബൻഡും മക്കളും ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പൊ മദറിലോ ഉണ്ടായിരുന്ന പുള്ളിക്കാരി നാട്ടിലേക്കൊക്കെ പോയിരുന്ന ഒരു സമയം എനിക്കിങ്ങനെ വെറുതെ പേടി വരാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല, കാരണങ്ങളൊന്നുമില്ല, വെറുതെ പേടിയാണ്. എനിക്കിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ പേടിയാ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ അകത്തേക്ക് കയറാൻ പേടി. അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബെഡ്റൂം ഉണ്ട്, ആ റൂമിൽ മാത്രമാണ് എനിക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുള്ളൂ. ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഹസ്ബൻഡിനെ വിളിച്ചൊക്കെ വരുത്തും. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മേലൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങും. ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ആള് വന്ന് പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, എനിക്ക് പേടി വരികയാണ്, ഒന്ന് വരാവോ എന്ന് വെച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പം വേഗം വരും അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പൊ ആ വന്നു കഴിയുമ്പോഴാണെങ്കിലും എനിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ കതക് തുറക്കാൻ പേടിയായിരുന്നു. അങ്ങനെ വരെ അപ്പൊ ഭിത്തിയിൽ പിടിച്ചു പോയിട്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ തുറക്കുകയൊക്കെ ചെയ്യണത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റും ആണ്, പിന്നെ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ്. അപ്പം ആളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് തറവാട് വീടൊക്കെ അല്ലേ, അത് സാരമില്ല, അതൊക്കെ ശരിക്കും അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല. എന്താ അപ്പം ആൾക്ക് മനസ്സിലായി, എനിക്കും ഇങ്ങനെ എന്താണെന്നൊന്നും പറയാനൊന്നും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്ന ഒരാളെ അല്ലായിരുന്നു. ഇപ്പൊ ആരെങ്കിലുമൊക്കെ മരിച്ചു എന്നോ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, പിന്നെ പരമാവധി സമയത്ത് ഒറ്റയ്ക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് എപ്പോഴോ തനിയെ മാറിപ്പോവുക ചെയ്തത്. ഇപ്പൊ അങ്ങനെ ഒന്നുള്ള ഒരു പേടിയൊന്നുമില്ല. പിന്നീട് ഞാനും പിള്ളേരും തന്നെയൊക്കെ ആ വീട്ടിൽ കിടന്നിട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് തന്നെ മാറിപ്പോവുക ചെയ്തത്. എടാ, അത് ഡെലിവറി കഴിഞ്ഞ സമയത്തെങ്ങാണ് വരുന്ന പേടി വന്നത്? ആ ഡെലിവറി കഴിഞ്ഞ അത് പിന്നെ നമ്മുടെ എനിക്ക് ഒത്തിരി ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ അത് ആ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ നമ്മുടെ എന്താ പറയാ ഇമോഷണൽ പോസ്റ്റ് ഡിപ്രഷൻ എന്നൊക്കെ പറയൂലേ, ആ സിറ്റുവേഷനിൽ നമുക്ക് ഭയം തോന്നാറുണ്ട്, ചെറിയൊരു പേടി സാധാരണയായിട്ട് നമ്മുടെ മൈൻഡിൽ വരാറുണ്ട്. നമ്മുടെ ആ സമയത്ത് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ മൂലം നമുക്ക് ചെറിയ പേടി ഭയമൊക്കെ വരാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. നമുക്ക് പേടിയായിരിക്കും. ചിലപ്പോൾ നമ്മളത് ഫീൽ ചെയ്യുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തിനെ കുറിച്ചും ഭയം വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ചിലപ്പോ ആയിരിക്കും, എനിക്കും അറിയില്ല. കാരണം ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഞങ്ങൾ നമ്മളത് ഓവർകം തന്നെയുണ്ടായിരുന്നു. ചെയ്യാനായിട്ട് ഒരാളുടെ സപ്പോർട്ട് മതി. നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് ഓവർകം ചെയ്ത് വന്നല്ലോ. വളരെ എന്താ പറയാ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത്. കാരണം മിക്കവരും അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോയി ഭയം കൂടി ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മളൊക്കെ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോ അതിലോട്ടൊന്നും പോകാണ്ട് അത് ഓവർകം ചെയ്ത് വരാനായിട്ട് മോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ, അത് മോനെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കാണാട്ടോ. കാരണം ഒരുപാട് പേര്, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാളാണ്. എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നോടാ. മോന്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, ഡെലിവറി കഴിഞ്ഞു എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു 56 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ഇവിടത്തെ അമ്മയുടെ ആങ്ങളെയും അതേപോലെ തന്നെ മോനും പിന്നെ ഭാര്യയും അവര് ആത്മഹത്യ ചെയ്തു. 3 പേരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. അമ്മ അവിടേക്ക് പോയി അവിടെ താമസിക്കുകയാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 56 ആയിട്ടുള്ളൂ, 56, 57 ആയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര ഭയമാണ്.
എന്ത് പേടിയാണെന്ന് അറിഞ്ഞൂടെ, എന്ത് ടെൻഷനാണെന്ന് അറിഞ്ഞൂടെ. എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര ഇതും. എനിക്ക് കൊച്ചു കരയുമ്പോ പോലും അവർക്ക് എന്താണ്, കൊച്ചിന് ഭക്ഷണം കൊടുക്കണമല്ലോ, പാപ്പം കൊടുക്കണമല്ലോ, അപ്പൊ ഫുഡ് കൊടുക്കണമല്ലോ, അതുപോലും എനിക്ക് പേടി. ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ആ സമയത്ത് എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത ഹസ്ബൻഡ് ആയിരുന്നു. കാരണം അപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ, ആ ടൈമിൽ മൊത്തം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫീൽ തോന്നണത്. നീ പഴയ പോലെ ആക്റ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്ക്, നീ അതൊന്ന് ഓവർകം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ക്വസ്റ്റിനെ ഇട്ടിട്ട്, ഈ കൈക്കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്ത് ഓവർകം ചെയ്യും, ഞാൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എനിക്ക് ഓവർകം ചെയ്യണം. കാരണം ഭയം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. കാരണം ഒന്നാമത് ചിലപ്പോ ഈ ഒരു സൂയിസൈഡിന്റെ ന്യൂസ് അങ്ങനത്തെ ഒരു പ്രശ്നമായിരിക്കും. രണ്ടാമത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഉള്ളിലൊരു വിഷമമാണോ, ഭയങ്കര ഭയമാണോ, എനിക്ക് പേടിയാണോ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇതേപോലെ തന്നെയാ, റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് കുഴപ്പമില്ല, റൂമ് ബാത്റൂം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അടുക്കളയുടെ വശത്തേക്ക് പോകുന്നത് പേടിയാണ്. രാത്രി ആയിക്കാൻ എനിക്ക് അടുക്കള ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ഭയം, ഭയങ്കര പ്രശ്നം. എന്നുവെച്ചാൽ അടുക്കള ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വാഴത്തോട്ടവും അതേപോലെ ഇരുട്ടൊക്കെ കാണുമ്പോൾ ഭയം. ഈ ഒരു പ്രശ്നം നടന്ന സംഭവ സമയത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഭയമാണ് കേട്ടോ. മുമ്പില്ലാഞ്ഞ ഒരുപാട് ഭയങ്ങളാണ് ആ സമയത്ത് വന്ന് ഇരുട്ട് എനിക്ക് പേടിയായി തുടങ്ങി. ഇരുട്ടിലേക്ക് നോക്കുമ്പോ ആരോ നിൽക്കണതൊക്കെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഭയങ്കര ഫീലിംഗ്, പേടി എന്ന് വെച്ചാൽ അത്ര പേടിയാണ്. ഒരു 3 മാസം, 3, 4, 6 മാസം, ഡിസംബർ വരെ എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു കേട്ടോ. മോളുടെ ഡെലിവറി കഴിഞ്ഞത് ജൂലൈയിലാണ്. ഞാൻ ഈ പറഞ്ഞൊരു ഇൻസിഡന്റ് നടക്കുന്നത് സെപ്റ്റംബറാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 3 മാസം വെച്ചാൽ ഞാൻ നന്നായിട്ട് പേടിച്ച് തന്നെയാണ് അവിടെ നിന്നത്. അമ്മയാണെങ്കിൽ ഇല്ല, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. എന്നാൽ പോലും ഈ ഒരു പേടിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഭയം എനിക്ക് വിട്ടുപോകണ്ടായിരുന്നില്ല. അത് ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കാനായിട്ട് നോക്കി, ഒരു മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കാൻ നോക്കി. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പഠിപ്പിക്കുമായിരുന്നു, പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കൂടുതൽ പിള്ളേരെ എടുക്കാൻ തുടങ്ങി. ആ ടൈമിൽ ഞാൻ കൂടുതലായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താ പറയാ, കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് അപ്പൊ ആ ഒരു പേടിയില്ല. കാരണം ആ സമയം ഞാനൊക്കെ ടീച്ച് ചെയ്യുന്ന സമയത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നുള്ള സമയത്ത്, കുറച്ച് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഭയം മറന്നുപോയി. ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ കുറേ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അതങ്ങനെ ആ ഒരു എൻഗേജ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പേടി പൂർണ്ണമായിട്ട് എനിക്ക് എന്താ പറയാ, കുറച്ച് കുറയ്ക്കാൻ പറ്റി. അതേപോലെ രാത്രി എനിക്കിപ്പോഴും ആ ഒരു ഭയത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴും എനിക്ക് ഹസ്ബൻഡിനെ പുറത്ത് രാത്രി വരുന്നത് പേടിയാണ്. എനിക്ക് അറിഞ്ഞൂടാ, രാത്രി ആള് പോയിട്ട് തിരിച്ചു വരണ വരെ എനിക്ക് അത്രയും ടെൻഷനാണ്. എന്തൊക്കെയോ ആ ഒരു ഫീലാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ഒരു പേടി അത് മാത്രം മാറ്റിയെടുക്കാൻ പറ്റില്ല. ഞാൻ വിടില്ല, രാത്രി പോവണ്ടെന്ന് പറയും. രാത്രി ആയിട്ട് പോവണ്ട, ഇവിടെയും പോവണ്ടെന്ന് പറയും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ആ ഒരു ചിലപ്പോൾ ആ ഡിപ്രഷന്റെ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമായിരിക്കും അന്ന് ഞാനത് ഫീൽ ചെയ്തത്. എനിക്ക് അതുകൊണ്ട് മോനെ കാര്യത്തില് എനിക്ക് ആ സംശയം തോന്നിയത് കേട്ടാ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മാം. ഇപ്പൊ പിന്നീടൊക്കെ ചിന്തിക്കുമ്പോ എനിക്ക് തോന്നും, ചിലപ്പോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നത് കൊണ്ട്, ഒറ്റയ്ക്ക് ആയി പോയത് കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നും. കാരണം ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും സംസാരിക്കാനോ അല്ലെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പേടിയില്ല. എനിക്ക് അങ്ങനെ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാൻ അങ്ങനെയൊന്നും അല്ല പേടി. ഇരുട്ടിനെ കാണുമ്പോ അതും അല്ല പേടി. എന്തോ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അകത്ത് കയറാൻ പേടിയാണ്. അത് ആരോടും നമുക്ക് പറഞ്ഞ് അത് എന്താന്ന് അവരെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഹസ്ബൻഡ് കറക്റ്റ് ആയിട്ട് അത് അന്നേരം ആൾക്ക് എന്തോ ശരിക്കും മനസ്സിലായി അത്. അപ്പൊ അതുപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ പുറത്തു പോയാലും ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുമ്പോ ഇടയ്ക്ക് ഫോൺ ചെയ്യും, അങ്ങനെ സംസാരിക്കും. പിന്നെ എനിക്ക് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ എനിക്ക് ഒട്ടും പേടി ഉണ്ടാവാറില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. പിന്നെ വായിക്കാനൊക്കെ എന്തെങ്കിലും ചെറിയ പുസ്തകങ്ങളോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും. അപ്പൊ അങ്ങനെയൊക്കെ ഈ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ കൊച്ചൊക്കെ ഉണ്ടല്ലോ, അവനാവുമ്പോഴേക്കും അവന് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്ന്, അങ്ങനെയൊക്കെ ഈ ഫ്രീ ടൈം ഇല്ലാണ്ട് കുറെയൊക്കെ. പിന്നെ കൊച്ചൊക്കെ ഒന്ന് വലുതായി വന്നപ്പോഴും ഒക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറി. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വരാൻ പറ്റിയത്. ഞാനത് കൂടുതൽ ടൈം എൻഗേജ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിപ്പോ ആരും ഇല്ലാത്ത സമയത്താണെങ്കിലും, ഒന്നുമില്ലെങ്കിൽ ഞാൻ ബുക്കുകൾ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ എൻഗേജ് ആയിട്ടിരിക്കും. ഫ്രീ ടൈം എനിക്ക് ഞാൻ തന്നെ കൊടുക്കൂല. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്ന് നമുക്ക് ആ ഒരു പഴയ പേടിയിലേക്ക് പോകുമെന്നുള്ള ഒരു ഇതാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലും വീട്ടിലായാലും ഇപ്പൊ അധികം നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് പേടിയാണ്. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് വീട്ടിലില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകും.
എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ താമസിക്കും. അവിടെ നിൽക്കുള്ളൂ. കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ഇപ്പോഴും പേടിയാണ് ഇവിടെ. അത് ചിലപ്പോ ആ ഒരു ടൈമിലത്തെ ആ ഒരു ചെറിയ അതിന് മുമ്പൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം എനിക്കിപ്പോ പേടിയാണ്. അത് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഓവർകം ചെയ്തിട്ടു. കാരണം ഇരുട്ടിലോട്ടൊക്കെ ഞാൻ ഇറങ്ങൂലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഞാൻ ഇരുട്ടൊന്നും എനിക്ക് പ്രശ്നമില്ല, കാരണം കൂളായിട്ട് നടന്നൊക്കെ പോകും. നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വരാണല്ലോ. നമുക്ക് വേണ്ടപ്പെട്ട ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ഹാൻഡിൽ ചെയ്ത് വന്നപ്പോഴും അതേപോലെ ഈ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഞാനാണല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഏറ്റവും തന്നെ വലിയൊരു ശ്രമിച്ചാൽ ഉദാഹരണമാണ് ഇപ്പൊ ഒരു സിനിമ വന്നിട്ടുണ്ട്, മറ്റേ നവ്യ നായർ, സൈജു കുറുപ്പൊക്കെ ഉള്ള ജാനകി ജാനകി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ മാത്രമാണ് നമ്മുടെ പേടിയെ ഓവർകം ചെയ്യാൻ ഉള്ള ഒരു സൊല്യൂഷൻ, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം വിചാരിച്ചാൽ അത് മാറ്റത്തില്ല. ഓക്കെ, നമ്മൾ മാത്രം വിചാരിക്കണം. കാരണം ഇതിന്റെ പൂർണ്ണമായിട്ടും ഏകദേശം പേടികളൊക്കെ ഓവർകം ചെയ്ത്, കാരണം ഞാൻ എൻഗേജ് ആയിട്ടിരിക്കുന്നു. എനിക്കപ്പോ ആ പേടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഓവർകം ചെയ്തു വന്നു. ഇപ്പൊ നമുക്ക് എന്ത് ഭയം ഉണ്ടെങ്കിലും ആ ഭയം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. നമ്മളെല്ലാവരും അതേപോലെ തന്നെ കുട്ടികളെയും അത് പഠിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇരുട്ടുള്ള റൂമിലൂടെ കുട്ടികൾ പോകാനായിട്ട്, ഇരുട്ടുള്ള റൂമിലേക്ക് പോകാനൊക്കെ കുട്ടികൾക്ക് പേടിയായിരിക്കും. നമ്മൾ അവരുടെ കൂടെ ചെല്ലാം, എന്തിവിടെ ഉള്ളത് എന്ന് നോക്കാൻ പറയാം. കണ്ണുറന്ന് നോക്കട്ടെ, ഇരുട്ടാണ് അവിടെ, വേറെ ഒന്നുമില്ല, ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഒന്നുമില്ല മോനെ, ഇവിടെ വേറെ ഒരു പ്രശ്നമില്ല എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ ഞാനാണ് ഫസീലയാണ്. ഞങ്ങള് പിന്നെ 3 മക്കളും ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു ടൈമില് കള്ളം കയറി. എന്നിട്ട് നമ്മള് വെള്ളി ഇവിടുന്ന് എന്റെ വീട്ടിക്ക് പെരിന്തൽമണ്ണക്ക് പോയിട്ട് ശനി കഴിഞ്ഞ് ഞായറാഴ്ച രാത്രിയിലാ വരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ വരുന്നത്. വരുന്ന ടൈമില് ഡോർ ഇങ്ങനെ ചാരി വെച്ചിട്ടേ ഉള്ളൂ, ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് അടുത്തുനിന്ന് പിന്നെ ജ്യേഷ്ഠനി ഓരൊക്കെ വിളിച്ചിട്ട് നമ്മള് ഓപ്പൺ ചെയ്ത് നോക്കി. ആകെ മൊത്തം അരിച്ച് പെറുക്കി, ഡോറൊക്കെ കേടുവരുത്തി, അലമാരൊക്കെ കുത്തി പൊളിച്ച് അവർക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ശേഷം മക്കൾക്ക് ബാത്റൂമിൽ പോവാനായിക്കോട്ടെ, ഒറ്റയ്ക്ക് കുളിക്കാന്, ഞാൻ എങ്ങടാ പോണ്, എന്റെ പിന്നാലെ 3 പേരും വരും. എനിക്ക് കുളിക്കാനോ ഒന്നിനും പോവാൻ പറ്റൂലായിരുന്നു. ഇവരെ ചുറ്റി പറ്റിയിട്ട് ഇങ്ങനെ നിക്കണായിരുന്നു. ഞാൻ കുറച്ചൊന്ന് ടെൻഷൻ അടിച്ച്, എനിക്ക് തന്നെ ഉള്ളില് ടെൻഷൻ ഉണ്ട്. പക്ഷെ നമ്മള് കാണിച്ചു കഴിഞ്ഞാല് മക്കൾക്ക് ഒന്നും കൂടെ പേടിയാവൂല. ഹസ്ബൻഡ് ആണെങ്കിൽ രാവിലെ പോയിട്ട് രാത്രിയേ വരുള്ളൂ. ഞാന് അത് ഓവർകം ചെയ്തപ്പോ ഇങ്ങനെ എനിക്ക് അറിയില്ല എന്തൊക്കെ, അതേപോലെ അടുത്ത വർഷം പിന്നെയും കേറി കള്ളം. അത് മാറി കുട്ടികൾക്കൊന്നും ശരിയായി വന്നപ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം കേറിയിട്ട് പിന്നെ ഞങ്ങള് CCTV ക്യാമറ വെച്ചതിന് ശേഷം ഇപ്പൊ കേറിയിട്ടില്ല. അതൊന്ന് മാറി കിട്ടിയപ്പോഴത്തേക്കിന് ഞാൻ കുട്ടികൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കൂലായിരുന്നു, പിന്നെ ഒരു ഉഷാറുണ്ടായിരുന്നില്ല, പഠിക്കാനില്ല, പേടി, എല്ലാത്തിനും ഒരു പേടിയായിരുന്നു. കുറെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ശരിയായത്. നമ്മളില്ലാത്ത പ്രാവശ്യം 2 പ്രാവശ്യം കേറിയിരിക്കണത്. ഓക്കേടാ, ഓരോ ഇൻസിഡൻസ് ഞാനും കേൾക്കുന്നുണ്ട്. ഇപ്പൊ കള്ളന്മാർ ഒരുപാട് പേര് വീട്ടിലൊക്കെ പോണ പ്ലേസ്, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊരു പേടിയായിരിക്കും. നമ്മൾ അത് ഫേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയം നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇതേപോലത്തെ ഭയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഓവർകം ചെയ്യാൻ നമ്മളത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ് ആര് ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറയുന്നുണ്ടോ? Thank you, ma'am. Thank you, ma'am. സൈൻ ഔട്ട് പറയുന്നുണ്ടോ? മാം, പറഞ്ഞോടാ. life is like riding a bicycle. To keep your balance, you must keep moving. Sign out by Fasila.